നിമിഷപ്രിയയ്ക്കായി ഇടപെടുന്നുവെന്ന് അവകാശപ്പെട്ട സാമുവൽ ജെറോമിനെതിരെ ആഞ്ഞടിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ. നിമിഷയുടെ മോചനത്തിനായി സാമുവൽ കാര്യമായ ഒരു ഇടപെടലും നടത്തിയില്ല. തലാലിന്റെ രക്തം വിറ്റ് കാശാക്കുന്നുവെന്നും അബ്ദുൽ ഹത്താഖ് മഹ്ദി ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ഇടപെടൽ ശക്തമാക്കി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്തുന്ന പ്രതിനിധികളുമായി ഓൺലൈനിൽ ആശയവിനിമയം നടത്തി. ചാണ്ടി ഉമ്മൻ കാന്തപുരത്തെ കണ്ടതിന് പിന്നാലെയായിരുന്നു ചർച്ച. തെറ്റിദ്ധാരണ പരത്താതെ കൂട്ടായ പരിശ്രമം തുടരണമെന്ന് ചാണ്ടി ഉമ്മൻ ഇന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അനൽക സെയ്ത് നൽകും. അനൽക, നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ് നമ്മൾ ഇന്നും കണ്ടത്. ആ ചർച്ചയിൽ എന്തെങ്കിലും പോസിറ്റീവ് ായുള്ള കാര്യങ്ങൾ അറിയാനുള്ള സമയം അതെപ്പോഴാണ്? ചാണ്ടിയുമ്മന്റെ വാക്കുകളും നമ്മൾ കണ്ടു. അത് മാത്രമല്ല, തലാലിന്റെ കുടുംബം ഫേസ്ബുക്കിൽ കുറിച്ചതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി. സംഗീത, കൊല്ലപ്പെട്ട യമൻ പൗരൻ മൗദൂദി, അതായത് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ സഹോദരനായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദിയാണ് ഇത്തരത്തിൽ, അതായത് സാമുവൽ ജെറോമിനെതിരെ രൂക്ഷ വിമർശനവുമായി ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലൂടെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സഹോദരൻ കൂടിയായിട്ടുള്ള അബ്ദുൽ ഫത്താഹ് മഹദി ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബം യാതൊരു വിധത്തിലുള്ള ചർച്ചയും സാമുവൽ ജെറോമുമായി നടത്തില്ല. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മധ്യസ്ഥതയുടെ പേരിൽ അദ്ദേഹം പണം പിരിക്കുന്നു ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അബ്ദുൽ ഫത്താഹ് മഹദി സാമുവൽ ജെറോമിനെതിരെ ഉന്നയിക്കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ പോലും ഈ മോചന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള ഈ സാമുവൽ ജെറോമുമായി കുടുംബം നേരിട്ട് സംസാരിച്ചില്ല എന്ന കാര്യമാണ് ഈ അബ്ദുൽ ഫത്താഹ് മഹദി പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയെന്ന് തെളിയിക്കാൻ സാമുവൽ ജെറോമിനെ വെല്ലുവിളിക്കുകയും അബ്ദുൽ ഫത്താഹ് മഹദി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഒരു ഘട്ടത്തിൽ ഒരു വിളിക്കുകയോ അല്ലെങ്കിൽ അത്തരം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് പോലും ഈ വിഷയമായി അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചില്ല എന്ന കാര്യമാണ് അബ്ദുൽ ഫത്താഹ് മഹദി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മ ഈ സാമുവൽ ജെറോമിൻ്റെ കൂടിയാണ് അത്തരത്തിൽ യമനിൽ. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും കുടുംബവുമായിട്ട് അത്തരത്തിൽ ചർച്ചയിലേക്ക് ഈ സാമുവൽ ജെറോം വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ യമൻ പ്രസിഡന്റ് ഈ വധശിക്ഷാവിധി അംഗീകരിച്ച ഘട്ടത്തിൽ തന്നെ കാണുന്ന സമയത്ത് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് അത്തരത്തിൽ ആശംസ പറയുകയും ചെയ്തെന്നാണ് അബ്ദുൽ ഫത്താഹ് മഹദി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് നടന്ന ചാണ്ടിയുമ്മൻ കുന്നമൽ മർക്കസിലെത്തിയ അത്തരത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തി. എന്നാൽ അദ്ദേഹം വിവാദ വിഷയങ്ങളോടൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ യമനിൽ മധ്യസ്ഥനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമർ മുഖേനയുള്ള ചർച്ചകൾ അത്തരത്തിൽ പുരോഗമിക്കുകയാണ്. സംഗീത. ശരി അനൽക.